യേശുക്രിസ്തു സകലത്തിലും ശ്രേഷ്ഠൻ. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ, ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള ഒരുവയുള്ളൂ യേശുക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കേശവൻ പാസ്റ്റർ അല്ലാതിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ശ്രേഷ്ഠനായ യേശുക്രിസ്തു. പൗലോസ് ഇടയ്ക്ക് ഒരു പ്രയോഗം മഹാപുരോഹിതനോട് ബന്ധപ്പെട്ടാന്നെങ്കിലും പറഞ്ഞു, ഇവൻ എത്ര ശ്രേഷ്ഠനാണെന്ന് നോക്ക്, ഇവൻ എത്ര മഹാനെന്ന് ഒന്ന് നോക്ക്, കാണാൻ കൊള്ളാവുന്നവനായി യേശു. അല്ല രാത്രി കാണുമ്പോൾ 5-ാം പനി വരുന്ന പരുവത്തിനല്ല ഇരിക്കുന്നത്, കാണാൻ കൊള്ളാവുന്നവനായി യേശു. യേശുവിനെ കണ്ട് പനി അടിച്ചെന്നാരും പറയുക. ഞാൻ ഇന്നലെ രാത്രി ഇരുട്ടത്തിങ്ങോട്ട് വന്ന് യേശുവിനെ കണ്ട്, അന്നൊരു കുളിരും കിടുകിടുപ്പും ഉണ്ടായത് ഒരാഴ്ചയായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെ കണ്ടാൽ നിന്റെ കുളിരും കിടുകിടുപ്പും മാറുക, കണ്ടവർക്കെല്ലാം വിടുതല. സ്തോത്രം. യേശുവിനെ കണ്ടേച്ചാരും രോഗിയായിട്ട് പോയിട്ടില്ല, വന്ന രോഗികളെല്ലാം സൗഖ്യത്തോടാണ് പോയിരിക്കുന്നത്. സ്തോത്രം. യേശുവിനെ കണ്ട് ഭൂതമെല്ലാം കൂടെ കയറുകയല്ല, യേശുവിനെ കണ്ടിട്ട് ഭൂതം വിട്ടുപോവുക ചെയ്തത്. ചെന്നിടത്തെല്ലാം വിടുതല, വന്നവർക്കെല്ലാം സൗഖ്യമാ. ഇന്ന് രാത്രിയിലും അവിടുന്ന് നമ്മുടെ നടുവിൽ കൂടെ നടകൊണ്ടുകൊണ്ടിരിക്കുക. നസറായൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് നിലവിളക്കണ്ട നടുവിൽ നിലയേക്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആത്മക്കണ്ണ് ദർശിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വാസത്താൽ അത് അനുഭവിച്ച് രുചിച്ച് അവിടത്തേക്ക് മഹത്വം കൊടുക്ക്. അവിടുന്ന് ഉന്നതനാണ്, ശ്രേഷ്ഠനാണ്, മഹത്വമുള്ളവൻ, മഹിമയുള്ളവൻ. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിൽ നടകൊണ്ടുകൊണ്ടിരിക്കുക. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന മറ്റൊരുവൻ ഇല്ല. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട്. ഞാൻ ഇടയ്ക്ക് ഷിനു എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു, എത്ര മണി വരെ ആ പ്രസംഗം, എപ്പം എന്നാ പറഞ്ഞ അത് പോട്ടെന്നാണ് പറഞ്ഞത്. എന്നാലും അതിനൊരു പരുവം ഉണ്ടല്ലോ, എപ്പം നിർത്തണം പാസ്റ്റർ? നമ്മുടെ ചുമതലക്കാരനോട് ചോദിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, അവരാരും ഒന്നും പറയുന്നില്ല. എന്നാ ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാന്ന. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ഉന്നതനാകുന്ന ശ്രേഷ്ഠനാകുന്ന ദൈവം, ഏക ദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, കർത്താവാകുന്ന യേശുക്രിസ്തു. ഈ കാണുന്ന സകല രാജരങ്ങളെ, അണ്ടകടാകത്തെയും ഭൂചര കേചര വസ്തുക്കളെ ചമച്ചവൻ, നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവൻ നസ്രയനാകുന്ന യേശുക്രിസ്തു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ട് ഉളവായി. സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. അവൻ സർവ്വ സൃഷ്ടികളുടെ ആരംഭമാണ്. അവിടുന്ന് മാത്രമാണ് സൃഷ്ടാവ്. ഇന്ന് രാത്രി സൃഷ്ടാവാകുന്ന സർവജ്ഞനായ കർത്താവ് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ പദം, പ്രധാനപ്പെട്ട പദം, ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന ക്രിസ്തു. ആട്ടെ, ചില കാര്യങ്ങളോട് ഓർപ്പിക്കാം. എബ്രായ വിശ്വാസികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് ഈ നസ്രായ മാർഗത്തിലേക്ക് വന്നവരാ. നസ്രായ മാർഗമെന്നാ ശരിയായിട്ട് പറയേണ്ടത്, പക്ഷെ ഇപ്പം ഏതാണ്ട് ഇത് മതമായി വന്നിരിക്കുക. അതിൻ്റെ ഒരു പരുവത്തിനായി. ഇപ്പം മാർഗമായിരുന്നു, പക്ഷെ ഇപ്പം അത് മതമാക്കി വന്നിരിക്കുക. അതിന് ചിലർ ക്രിസ്തു മതം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആണെന്നില്ല, ഇപ്പം ഒഫീഷ്യലായിട്ടുമൊക്കെ അങ്ങനെ പല കാര്യങ്ങൾ. പക്ഷെ ഇത് മാർഗമാണ്, പക്ഷെ ഇപ്പം ഇത് മതമായിട്ട്. ആ മതത്തിൽ നിന്ന് മാറി കൂട്ടം കൂടിയവരാ നമ്മൾ. പക്ഷെ ഇപ്പം ഇത് നമ്മുടേതും ഇപ്പം ഞാൻ പിന്നെ പറയാം. സ്തോത്രം. എല്ലാം ഇപ്പം ഇതിന് മതമായിട്ട് വന്നിരിക്കുക. ആട്ടെ, ഏതായാലും യഹൂദ മതത്തിൽ നിന്ന്, അതിൻ്റെ ആചാര അനുഷ്ഠാനത്തിൽ നിന്ന് അവൻ മാറി വേർപെട്ടവരാണ് എബ്രായ ക്രിസ്ത്യാനികൾ. ദൈവത്തിന് മഹത്വം. ഇവര് സത്യം അറിഞ്ഞപ്പോൾ, സത്യം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, ആ ശരിയായ പ്രകാശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, നേരത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളെല്ലാം വിട്ട് യേശുവിൻ്റെ പുറകെ ഇറങ്ങി. നമുക്കറിയാം, യഹൂദജനത്തെ പറ്റി പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. അവരെ ജയിക്കാൻ ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും ഒക്കത്തില്ല. ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ്. ഇതുപോലെ ശ്രേഷ്ഠ ജാതി എവിടെയുള്ളെന്നാണ്. യഹോവ ദൈവമായിരിക്കുക, യഹോവ തന്നെ ദൈവമായിരിക്കുന്ന ജനം. ഇതുപോലെ ഒരു ശ്രേഷ്ഠ ജാതി വേറെ ഇല്ല. അവരെ തോപ്പിക്കാനൊന്നും ഒക്കത്തില്ല. തന്നെയല്ല, യഹൂദന്റെ ഗുണഗണങ്ങളൊക്കെ ഈ പുസ്തകത്തിലുടനീളം കൊടുത്തിട്ടുണ്ട്.
റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവെഴുത്തുകൾ നാം പഠിക്കുമ്പോൾ ചില വിശേഷതകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകളിൽ യഹൂദന്റെ അല്ലെങ്കിൽ എബ്രായരുടെ ചില വിശേഷതകൾ അവിടെ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വായിക്കാം. അവര് ഇസ്രായേലിയർ ആരാ? യഹൂദന്മാര്. അവർ ഇസ്രായേലിയർ. പുത്രത്വം, ഇവർക്കുള്ള വിശേഷതകൾ പുത്രത്വം അത് അവർക്ക് മാത്രം ഉള്ളതാ. പിന്നെ തേജസ് അതും അവർക്കുള്ളതാ. നിയമങ്ങൾ അത് മുഴുവൻ അവർക്കുള്ളതാ. ന്യായപ്രമാണം അതും അവത്തുങ്ങൾക്കുള്ളതാ. ആരാധന അത് അവർക്ക് മാത്രമുള്ളതാ. വാഗ്ദത്തങ്ങൾ അത് അവരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ എല്ലാവരും അറിഞ്ഞു കുത്തി പ്രാകുകയായിരുന്നു. പിതാക്കന്മാരും അവർക്കുള്ളവർ. അവർക്ക് നല്ല യഹൂദന് നല്ല വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കെല്ലാം അരിവാരി പ്രാകുകയായിരുന്നു. യഹൂദനെ നോക്കി വെച്ച് പറഞ്ഞു, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലികളുടെ ആടുകളുടെ എല്ലാം പറപ്പ് അതിൽ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൊച്ചുങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് വേണ്ട, നിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കുക. ഇത് യഹൂദന് മാത്രം. നമ്മുടെ നേരെ നോക്കി വെച്ച് പറഞ്ഞു, പട്ടണത്തിൽ നീ ഗുണമാകുകയല്ല. നീ മാവേലിക്കര ടൗണിൽ ചെന്നാൽ വണ്ടി ഇടിച്ചാകും സൂക്ഷം. നീ ചുമ്മാ അവിടെ ബസ് സ്റ്റോപ്പ് നിന്നാൽ മതി, ഓട്ടോ വന്ന് മുട്ടും നിന്നെ. രാക്കായിരുന്നു മുഴുവൻ. യോടി സ്തോത്രം. മനസ്സിലാകുന്നില്ലേ? നീ കണ്ടത്തിൽ കട്ട നിലത്ത് കാണെ കാരി കുത്തി ഇതിനൊക്കെ വിഷം കയറി. വിഷമുള്ള കാര്യമുണ്ട്. മനസ്സിലാകുന്നില്ല. എല്ലാവരും അങ്ങോട്ട് ലണ്ടനിൽ നിന്ന് വന്ന കാര്യം അറിയാൻ മേല. എനിക്ക് ഇങ്ങനെയുള്ള അഹങ്കാരം കാണുമ്പോഴാണ് ഞാൻ കോട്ടമല കിടന്ന് കാരി കുത്തിൻ്റെ ഊപ്പാട് വന്നതാ. അഹങ്കാരത്തിന് മനസ്സിലാകുന്നുണ്ടല്ലോ. ചിരിച്ച് താഴോട്ടൊന്നും വീടരുത്, പുറകെ മര്യാദയ്ക്ക് ഇരുന്നോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് യഹൂദന് മുഴുവൻ അനുഗ്രഹം കൊടുക്കുക. പട്ടണത്തിൽ നിന്നെ അനുഗ്രഹിക്കും, വയലിൽ നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് നേരെ തിരിച്ചു, നീ വിതച്ചാൽ മുഴുവൻ മുഞ്ഞ വീണു പോവുകയുള്ളൂ. പ്രാകുക. നിന്റെ കൊച്ചുങ്ങളൊന്നും ഗുണമാകുക. ഒരുത്തനാണ്ട് അടിച്ച് കോൺ തെറ്റി ഓടെ കിടക്കുന്നു. മൂത്തവൻ സാങ്കുട്ടി. മനസ്സിലായില്ല? അവൻ്റെ അനിയൻ ജേക്കോ കുട്ടി, അവൻ വലിച്ച് കഞ്ചാവ് അടിച്ച് കിറുങ്ങി ആ പാലത്തെ കിടപ്പുണ്ട്. ഗുണമാകുകയല്ലെന്ന്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടാവല്ലോ? ഇത് യഹൂദനെ അനുഗ്രഹം കൊടുക്കുകയും വാഗ്ദത്തങ്ങൾ കൊടുക്കുകയും തിരിഞ്ഞു നിന്നേച്ച് നമ്മളെല്ലാം അറിഞ്ഞു കുത്തി പ്രാഗി. എന്നാൽ ഇടയ്ക്ക് കയറി പറയാം, ആ പ്രാക്കും ശാപവും മാറ്റി തന്ന കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. നിത്യതയിൽ നിന്നുള്ള അത്യന്തശേഖത്തെ, നിത്യതയിൽ നിന്നുള്ള അത്യന്തശേഖത്താൽ ശത്രുതയെ അകറ്റി എനിക്കുന്നിൽ പുത്രത്വം തന്നതിനാൽ, എനിക്കുന്നിൽ പുത്രത്വം തന്നതിനാൽ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ആ വരി വളരെ പ്രസക്തമായ വരികളാണ്. അപ്പോൾ യഹൂദന് വാഗ്ദത്തവും അനുഗ്രഹവും പ്രദാനം ചെയ്ത് ബാക്കി മുഴുവൻ എണ്ണത്തിനെയും ഈ പ്രമാണം അറിഞ്ഞു പിടിച്ച് പ്രാഗി, ആ പ്രാക്കും ശാപമെല്ലാം മാറ്റിയത് തീർത്തു തന്നത് കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നത് കൊണ്ടാണ്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. അല്ല കയ്യും കെട്ടി കഴിക്കാതെ പരമാവധി കഴിച്ച ചനങ്ങാൻ മേലാതെ കയ്യും കെട്ടിയിരിക്കുകയല്ല. സ്തോത്രം. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒക്കുന്നെങ്കിൽ ചാടി ഒന്ന് ആത്മാവിൽ നിറയാൻ ഒക്കുന്നെങ്കിൽ അതും നടന്നോണം. ദൈവത്തിന് മഹത്വം. ആ നിത്യതയിലെ സ്നേഹമാ നമ്മളെ ഈ മാർഗത്തിൽ എത്തിച്ചത്. അത് വിവരിക്കുന്നില്ല അധികം. കർത്താവിന് മഹത്വം. അപ്പൊ യഹൂദന്റെ വിശേഷത പുത്രത്വം, നിയമങ്ങള്, വാഗ്ദത്തം, ആരാധന, ഇതെല്ലാം അവർക്കുള്ളതാ. ഒന്നുകൂടെ വായിച്ചോ 3 മുതൽ. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം പിതാക്കന്മാരും
അവർക്ക് ഇത് പിതാക്കന്മാരിൽ അവർക്ക് അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെ യാക്കോബ് എന്ന് പറയുന്നതിന് കുറച്ചുകൂടി ഇസ്രായേലിന്റെ ദൈവമേ അതൊക്കെ അവര് വിളിക്കണം. നമ്മൾ കയറി വിളിച്ചാൽ വരുവക്കേട്. അതൊക്കെ അവർക്കാ, പിതാക്കന്മാരും അവർക്കാ. അതുകൊണ്ട് നമ്മൾ ഉണർവ് യോഗമൊക്കെ നടന്നു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് കയറി വിളിച്ചാൽ പല കക്ഷികൾ ഇവിടെ വരും. വിളിച്ചാൽ എന്നാന്ന് ചോദിക്കും. ഒരാൾ വന്ന് മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ ഇരുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ ചോദിക്കും, എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ അത്ര പറയുകയും കാണിക്കുകയും ചെയ്യുന്നുള്ളൂ, വേറെ അത്തൊരു കേസുണ്ട്. സ്തോത്രം. പല കക്ഷികളും ഇന്ന് രാത്രി രക്ഷിക്കണേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ തള്ളയും കൊച്ചും കൂടെ വരും. ഞാൻ അമ്മ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. ഏതാ? സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലം നിൽക്കുന്ന പുള്ളിയുണ്ട്, അമ്പെല്ലാം കുത്തിക്കയറ്റി പുള്ളി വരും. അങ്ങനെ പലരും വരും. അവരെല്ലാം വന്ന് ചോദിക്കും, എന്തിനാ ഞങ്ങളെ? അതുകൊണ്ട് ഉണർവ് കയറി അങ്ങനൊന്നും വിളിക്കണ്ട, ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ദൈവമേ എന്ന്, എൻ്റെ ദൈവമേ. ആ ക്രൂശിൽ കിടന്നപ്പോൾ നല്ല മാതൃക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ നീ എന്നെ. അതാ നല്ല പ്രയോഗം. കാരണം രക്ഷ വ്യക്തിപരമാ. വല്യപ്പൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് കൊച്ചുമോൻ രക്ഷിക്കപ്പെടുകയല്ല. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. ഞാൻ വെട്ടിയാറിലെ പഴയ പെന്തിക്കോസുകാരനായി എൻ്റെ വല്യപ്പൻ അഭിനന്ദിക്കുന്നു. പക്ഷേ നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് തമ്പേറി യാക്കോച്ചൻ. അദ്ദേഹം നല്ല മനുഷ്യനാ. ആ കെയറോപ്പിൽ നീ പോകുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആരാണെന്നറിയാം. ഞാൻ കെ ജെ ശോമേന്റെ കൊച്ചുമോളാ. നല്ല കാര്യം. ഇവിടെ പഴയ അവരൊക്കെ ദൈവത്തെ രുചിച്ചറിഞ്ഞു. ആ കെയറോപ്പിലൊന്നും നീ സ്വർഗത്തിൽ പോകുകയല്ല. സഭാഗോളം ഞങ്ങളുടെ പുറകിടത്തില്ല, അവിടെ ഇരുന്നോട്ടെ, പക്ഷെ നീ മേളിൽ പോകുകയല്ല. ഞാൻ നെടുക്കട്ടത്തില്ല. നല്ല കാര്യം. വകുപ്പ് പറഞ്ഞ് പരിക്കാതിരിക്കാന്നേ ഉള്ളൂ. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. വെട്ടിയാറായതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടുപേരും ആളിന്റെ പേര് പറഞ്ഞത്. ഈ മര പറഞ്ഞല്ലേ കുടിയിടുന്നേ. വേറെ സ്ഥലമാകുമ്പോൾ ഞാൻ വേറെ പറഞ്ഞോളാം. ഞാൻ ഇകഴ്ത്തി പറഞ്ഞതല്ല. അപ്പന്റെ കെയറോപ്പിലോ വല്യപ്പന്റെ കെയറോപ്പിലോ പാരമ്പര്യത്തിന്റെ കെയറോപ്പിലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താനി നടത്തിടും നാമമത്. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താനി നടത്തിടും നാമമത്. ഭയം മുറ്റുമകറ്റിടും നാമമത്. ഭയം മുറ്റുമകറ്റിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അവർ രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു നാമം, ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അപ്രായ വിശ്വാസികൾ ഈ വിധത്തിലുള്ള വിശേഷതകളുള്ളവരാ. ഇവർ യഹൂദൻ ന്യായപ്രമാണം, പുത്രത്വവും വാഗ്ദത്വവും ആരാധനയെല്ലാം അവർക്ക്, പിതാക്കന്മാരും അവർക്ക്.
മാത്രമല്ല തലയെടുപ്പോടെ മുന്തി നിൽക്കുന്ന യെരൂശലേം പള്ളി. യഹൂദന് ഇത് വലിയ പ്രൗഢിയാണ്. യെരൂശലേം പള്ളി 3 ഭാഗമായിട്ട് തരം തിരിച്ച് അതിൻ്റെ പണികളും ഹെരോദാവിൻ്റെ കാലത്തൊക്കെ പുതുക്കി പണിതു. അത് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പള്ളിയുടെ പണി എത്ര മനോഹരമാണെന്നൊക്കെ ഇവർ പ്രശംസിച്ചത്. അതുകൊണ്ടാണ് യെരമ്യാവ് പറഞ്ഞത് യഹോവയുടെ ആലയം യഹോവയുടെ ആലയം യഹോവയുടെ ആലയം എന്ന് ഇവരങ്ങ് പ്രശംസിക്കുക കൂടെ കൂടെ. അങ്ങനെയുള്ള പെന്തിക്കോസുകാരുമുണ്ട്. ചൊല്ലി പറയാം നിങ്ങൾ IPC നല്ലത്. പക്ഷേ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങള് അസംബ്ലീസ് ഓഫ് ഗാഡ് വളരെ അഭിനന്ദിക്കുന്നു. പക്ഷേ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഒറ്റ ബോർഡ് നിന്നെ മേളിൽ കൊണ്ടുപോകുകയല്ല. ഞങ്ങള് ചർച്ചക്ക് അതിന് ശ്വാസം മുട്ടലുണ്ടോ? നല്ലത് ചർച്ച് ഓഫ് ഗോഡൊക്കെ നല്ലതാ. പക്ഷേ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ ഇവരോട് അങ്ങനെ വലിയ ഉണ്ടാകും. ഞങ്ങൾ കല്ലുമലയല്ല നീ പാമലയോ പരിമലയോ കോരട്ടിമലയോ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഞങ്ങൾ TPM ഇല്ല. നല്ല കാര്യം. ഞാൻ ആ സഭയെ വളരെ ബഹുമാനിക്കുന്നതാ. അതെ, സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെടാത്ത ആരും അങ്ങ് ചെല്ലുകയല്ല. അപ്പൊ ഈ പാരമ്പര്യമോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും നമ്മളെ രക്ഷിക്കത്തില്ല. രക്ഷിക്കാൻ വല്ലഭത്വമുള്ളവൻ യേശുക്രിസ്തു മാത്രം. നിന്റെ കുടുംബത്തിൽ അച്ഛനുള്ളത് കൊണ്ടോ കന്യാസ്ത്രീ ഉള്ളത് കൊണ്ടോ പള്ളിയുടെ സ്ഥലം നിങ്ങൾ കൊടുത്തത് കൊണ്ടോ കുരിശും തൊട്ടി നിങ്ങളുടെ പുറകിടത്ത് ഇരിക്കുന്നത് കൊണ്ടോ പെന്തിക്കോസ് ഹോള് പണിയാൻ സ്ഥലം കൊടുത്തത് കൊണ്ടോ 10 പാൻ മേടിച്ചിട്ടത് കൊണ്ടോ ഡെസ്കും കസേരയും മേടിച്ചിട്ടത് കൊണ്ട് നല്ല കാര്യമാണ്. ഇനി അരിശം കയറിയാതൊന്നും എടുത്തോണ്ട് രാത്രി പോവുകയും ചെയ്യരുത്. പണ്ട് നമ്മുടെ ഒരപ്പച്ചൻ മോട്ടർ മേടിച്ച് കൊടുത്ത സഭയ്ക്ക് പാസ്റ്ററുമായിട്ട് എന്താ അഭിപ്രായ വ്യത്യാസം? പാസ്റ്റർ അറിയാതെ ആൾ രാത്രി മോട്ടർ അടിച്ചോണ്ട് പോയി. പാസ്റ്റർ രാവിലെ വെള്ളം അടിക്കാനായിട്ട് ഇട്ടിട്ടൊന്നും നിറയുന്നില്ല. യോടി അപ്പം പാസ്റ്റർ ആരോട് ചോദിച്ചു, സൂതമ്മ നിറയുന്നില്ലല്ലോ. എന്നാ അച്ഛാ ഇന്നലെ ആന്നേ പെട്ടെന്ന്. പിന്നെ കിണറ്റി ചെന്ന് നോക്കി വെള്ളമാണ്. നോക്കിയപ്പോൾ മോട്ടറില്ല അവിടെ. പിന്നീട് അന്വേഷിച്ച് മോട്ടർ മേടിച്ചു കൊടുത്ത അച്ഛാ അങ്ങനത്തെ മാരണമൊക്കെ സഭയ്ക്കകത്ത് ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും പാസ്റ്റർമാർക്ക് പെട്ടെന്ന് ഷുഗറും ഒത്തിരി പേര് പെട്ടെന്ന് ചടികടാന്ന് കടന്ന് പോവുകയൊക്കെ ചെയ്യുന്നു. ആട്ടെ, ദൈവം നല്ല ബുദ്ധി എല്ലാവർക്കും കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ ഇപ്പോൾ ഒക്കുള്ളൂ. അപ്പം ഇതൊക്കെ സഭയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം വെച്ച വ്യവസ്ഥ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പരിശുദ്ധാത്മ നിറവിനെ പ്രാപിക്കണം. വേർപാട് കർക്കശമായി പാലിക്കണം. തിരുമേശയിൽ സംബന്ധിക്കണം. കൂട്ടായ്മയെ ആചരിക്കണം. പ്രാർത്ഥന കഴിക്കണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കണം. അനുദിനം മാനസാന്തരപ്പെട്ട് വിശ്വസ്തരായി നിൽക്കണം. അവരെ ചേർക്കാനാണ് യേശു വരുന്നത്. ഇത് തൊടുകൈക്കങ്ങ് പറയാം, അല്ലെ പിന്നെ ഇടയ്ക്ക് പിന്നെ പറയാൻ ഒത്തില്ലെങ്കിലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. അപ്പോൾ യഹൂദ ജനത്തെ പറ്റി പഠിക്കുമ്പോൾ ഇത്ര ശ്രേഷ്ഠതയുള്ളവരാണ് ഇവർ. ഈ മാർഗത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വിട്ടേച്ചയഞ്ഞു വന്നത്. യെരൂശലേം പള്ളി തലയെടുപ്പോടെ നിൽക്കുന്ന മുന്തിയ പള്ളി. മഹാപുരോഹിതന് സ്ഥാനചിഹ്ന വേഷ വിഭൂഷണനായിട്ട് ആണ്ടിലൊരിക്കൽ പുള്ളി ഒരു വരവൊക്കെ ഉണ്ട്. കണ്ടാ നമ്മൾ കവണ്ണ് വീഴും. ചുമ്മാ നിൽക്കുന്നതിന് കയറി വരവ് കാണും പള്ളി. വെറുതെ വഴി അവൻ ചുമ്മാ വഴി നോക്കി നിന്നവൻ. അവന് പുള്ളി ആ ഒരു വരവൊക്കെ ഉണ്ട്. അത് ആണ്ടിലൊരിക്കലാണ് അവർ ഇറങ്ങി വരവ്. പിന്നെ ആ മഹാപുരോഹിതന്മാർ നിരനിരയായി നിന്ന് ശുശ്രൂഷിക്കുക ദൈവാലയത്തിൽ. അത് കൂറിന്റെ ക്രമപ്രകാരം 24 കൂറ്, അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വരേണ്യന്മാർ. മഹാപുരോഹിതൻ ഈ തലകെടുപ്പോണ്ട് നിൽക്കുന്ന വലിയ പള്ളി മാത്രമാണോ? പള്ളിയും പരിസരവും ഈ സ്ഥാപന ജംഗമ വസ്തുക്കൾ കോടിക്കണക്കിന് വില മതിക്കുന്നതാണ്. അല്ല നമ്മുടെ ഹോളിലെ പോലെ ഒരു മേശയും ആ മേശയുടെ ഒരു കാല് ഇളയിരിക്കുക, പിന്നെ ബേസ് ബോർഡ് മടക്കി വെച്ചേച്ച് പിന്നെ ഇച്ചിരി മെച്ചമായിട്ടൊക്കെ വരുന്നുണ്ട്. സ്തോത്രം. യെരൂശലേം പള്ളി അങ്ങനല്ല. അതിനകത്ത് ഉപകരണങ്ങൾ മിക്കതും പൊന്നു കൊണ്ടുള്ളതും തങ്കം കൊണ്ട് പൊതിഞ്ഞതും തങ്കത്താൽ നിർമ്മിതമായതും പൊന്നിനാൽ നിർമ്മിച്ചെടുത്തതും എന്ന് വേണ്ട കോടിക്കണക്കിന് വില മതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ. പിന്നെ എൻ്റെ ഭാഷ പറഞ്ഞ അവരുടെ അടക്കവും ആരാധന അതെല്ലാം വളരെ കേമമാണ്. ഇതെല്ലാം വിട്ടേച്ചാ ഇവര് യേശുവിൻ്റെ പുറകെ വന്നത്. അത് ചെറിയ കാര്യമല്ല. ഈ കോടിക്കണക്കിന് വില മതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളും ജാതികൾ ശ്രേഷ്ഠരായ യഹൂദൻ എവിടെ ചെന്നാലും അറിയാം. യഹൂദനെ ഏറെ സദസ്സ് വെച്ച് കണ്ടാലും
അറിയാം. എത്ര ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും അറിയാം. അതല്ലേ ആ സ്ത്രീ കണ്ടോണേ വെച്ച് യഹൂദനാകുന്ന ശമരിയാക്കാരിയായ യേശു ചെന്ന് അങ്ങനെ പറഞ്ഞില്ല, യഹൂദനാകുന്ന എനിക്ക് ശമരിയാക്കാരിയായ നീ ഇച്ചിരി വെള്ളം തരാമെന്നൊന്നും ചോദിച്ചില്ല. വെള്ളം തരാമെന്ന് ചോദിച്ചപ്പോൾ അവളൊന്ന് നോക്കി മനസ്സിലായി യഹൂദനാണ്. ആ വസ്ത്രധാരണവും സംസാരവും ശൈലിയും ആ നെടുപ്പവും മുഖഭാവവും ഇടപാടും അതൊക്കെ അത് പ്രത്യേകതയാണ്. ഇത് ഞാൻ പറയാൻ കാര്യം പെന്തിക്കോസുകാരെ കണ്ടാൽ അറിയണം. ചോദിക്കൊന്നും വേണ്ട, പെന്തിക്കോസില ഇതങ്ങനല്ല. കൂട്ടുമുട്ടുമ്പോൾ സ്തോത്രം, അയ്യോ പെന്തിക്കോസിലായിരുന്നല്ലയോ, കണ്ടാൽ അറിയും പെന്തിക്കോസുകാരെ. ഇപ്പോഴല്ല, ഇപ്പം ആരും അറിയരുതെന്നും പറഞ്ഞ് നടക്കുക. പാസ്റ്റർമാർ, ഞാൻ എന്നെയും കൂടെ പ്രതിയാകും, പാസ്റ്റർമാർ പോലും ഇപ്പം അറിയരുതെന്നും പറഞ്ഞ് യോഗം നടത്തുന്ന ഒരു 3-4 മണിക്കൂർ ഇതാ നമ്മുടെ പാസ്റ്റർ. അത് കഴിഞ്ഞ് പിന്നെ പാസ്റ്റാണ് ആട്ടെ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആകെ 3-4 പേരേ ഉള്ളൂ, അതുകൂടെ തല്ലിക്കെടുത്തണ്ട. യഹൂദനെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. അപ്പോൾ ജാതികൾ ശ്രേഷ്ഠരാണ്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠതകളും ഗുണഗണങ്ങളുള്ള ഇവര്, വിശേഷതകളുള്ള ഇവര് സുവിശേഷത്തിന്റെ സത്യം ഗ്രഹിച്ചപ്പോൾ, ആ സത്യമാർഗത്തെ പറ്റി മനസ്സിലാക്കിയപ്പോൾ ഇതെല്ലാം വിട്ടേച്ച് ഇവര് നസ്രായന്റെ പിന്നാലെ ഇറങ്ങി. അതായിരുന്നു അവരുടെ വിശ്വാസം. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഇതെല്ലാം വിട്ടേച്ചിറങ്ങുക എന്നുള്ളത്. ഇന്ന് രാത്രി പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും പിന്തുടർച്ചകളും എല്ലാം വിട്ട് സത്യത്തെ, ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവമക്കൾ നിരാശപ്പെട്ടു പോകരുത്. അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അത് എടുത്ത വിഷയത്തിലേക്ക് വരണമല്ലോ. കർത്താവിന്റെ മകൾ, ഇതാണ് ഈ എബ്രായ ക്രിസ്ത്യാനികളുടെ പ്രാരംഭ നിലപാടുകൾ. ഇങ്ങനെ ഇവർ മാർഗത്തിൽ വന്നു. ഇങ്ങനെ മാർഗത്തിൽ വന്ന ഇവര് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ക്ഷീണവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുമൊക്കെ, ഇവര് വിട്ടതെല്ലാം അബദ്ധമായോ, ഉപേക്ഷിച്ചതെല്ലാം പോഷത്വമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ആ ചിന്ത അകത്ത് കയറുകയല്ല, ഇവർ ക്ഷീണിച്ചു. 2 വാക്യത്തിലാണ് ഇവർ ക്ഷീണിച്ച് എന്ന് തെളിയുന്നത്. 2 വാക്യത്തിൽ ക്ഷീണിച്ചെന്ന് തെളിയുക ദൈവത്തിന് മാത്രം. ആ ക്ഷീണിക്കാനുള്ള 2 വാക്യം വായിച്ചേ. ക്ഷീണിച്ചെന്നുള്ള തെളിവ് ഇവര് പതറി. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, 6, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ഇവർക്ക് മന്ദത. അപ്പൊ പ്രാരംഭത്തിൽ തീക്ഷണതയോടെ നിന്നവർക്ക് കുറെ കാലം കഴിഞ്ഞപ്പോൾ മന്ദത. വെട്ടിയാറ് ബഥേൽ IPC-യിൽ വന്ന കാലത്ത് നല്ല തീക്ഷണത. ഇപ്പൊ പലർക്കും ആ നോട്ടോ ഇരിപ്പും കാണും പറയാ ഒരു മന്ദതയാ. പണ്ടുണ്ടായിരുന്ന കട്ടൻ കപ്പ കഴിച്ചു കഴിയുമ്പോൾ ഇതുപോലൊരു മന്ദതയാ. കട്ടൻ കപ്പ അത് 5-6 പ്രാവശ്യം ഊറ്റണം. ഊറ്റിയില്ലെങ്കിൽ കട്ടൻ അടിക്കുമോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ഒരു ചെറിയ മന്ദത അങ്ങനല്ലേ എഴുതിയേക്കുന്ന ഭാഷത്തെ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ള മന്ദത. അപ്പൊ ക്ഷീണിച്ചതിന് തെളിവാ. മന്ദതയെല്ലാം നീക്കുക നിന്നടിയാരിൽ തന്നരുൾ നല്ലുണർജയ. മന്ദത എല്ലാം നീക്കുക നിന്നടിയാരിൽ തന്നരുൾ നല്ലുണർജയ. വന്നിടും ഒരു ക്ഷീണം നിദ്ര മയക്കമിവ ഒന്നാകെ നീക്കി എന്നിൽ തന്നിടുകാത്മശക്തി. വന്നിടും ഒരു ക്ഷീണം നിദ്ര മയക്കമിവ ഒന്നാകെ നീക്കി എന്നിൽ തന്നിടുകാത്മശക്തി. ഇന്നേരം പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാ. ഇന്നേരം പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് ഈ വിധത്തിൽ തീഷ്ണതയോടൊക്കെ ഇറങ്ങി തിരിച്ചവരാ. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത് അബദ്ധമായോ. ഈ ചിന്ത അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവർ ക്ഷീണിച്ചു, മടുത്തു. അതാണ് 6:12 വായിക്കുക. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. ഇനി 12:12 അവിടെ ക്ഷീണിച്ചെന്നാ തെളിയുന്നത്. ആകയാൽ തളർന്ന കൈയെല്ലാം തളർന്ന. കൈയൊന്നും അടിക്കാൻ മേല. കൈ ഇല്ലാഞ്ഞിട്ടല്ല, തളർന്നു. പണ്ടൊക്കെ വീശി അടിച്ചതാ.
ഇപ്പൊ ഇങ്ങനെ ടാറ്റ അടിച്ചിരിക്കുക. പണ്ട് വീശി അടിച്ചു, ഇപ്പം വേണ്ട വേണ്ട, ഇവിടെ ഈ പരിപാടിയൊന്നും മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാൽ. അപ്പൊ ഈ രണ്ട് വാക്യത്തിൽ ക്ഷീണിച്ചെന്ന് തെളിഞ്ഞു. ഇങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ചിലർ പിന്മാറി, മടുത്തു, മന്ദതയായി. അങ്ങനെ മടുത്തും മന്ദതപ്പെട്ട് ക്ഷീണിച്ച് തളർന്നു പോയ എബ്രായ ക്രിസ്ത്യാനികളുടെ ക്ഷീണം മാറ്റി, തളർച്ച മാറ്റി, മന്ദത മാറ്റി, വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവരെ നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയ ഈ സ്ഥലം. എല്ലാവരിലും ശ്രേഷ്ഠനാണ് കർത്താവാകുന്ന യേശു ക്രിസ്തു. അതാണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. ആട്ടെ, ഇന്ന് രാത്രി നമ്മൾ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 25 വരെയുള്ള തിരുവെഴുത്തുകളാണ് വായിച്ചത്. അവിടെ 1-2 കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യാൻ കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പൊ ഞാൻ ഒരു പദമായി ഇന്ന് രാത്രി എടുക്കുന്നത് അടുത്ത് ചെല്ലുക. അങ്ങ് ദൂരെ നിൽക്കുന്നവരോടും കൂടെ അടുത്ത് വരിക. ഇന്ന് രാത്രിയിലെ ഇരുട്ടത്ത് പമ്മയ്ക്കരുത്, അടുത്ത് വരിക. ഇന്ന് രാത്രി നമ്മുടെ വിഷയം അതാ, അടുത്ത് വരിക. അപ്പൊ ശ്രദ്ധിക്കുക, ഈ രാത്രിയിലെ പ്രധാനപ്പെട്ട വിഷയം അടുത്ത് ചെല്ലുക. ആരാ അടുത്ത് ചെല്ലേണ്ടത്? അടുത്ത് ചെല്ലേണ്ടത് ആരാണ്? ആ കണ്ണിയേക്കകത്ത് ഒരു പ്രധാനപ്പെട്ട പദമുണ്ട്, നമ്മുടെ കാര്യമാണ്. 24-ാം വാക്യം വായിച്ചേ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ അപ്പൊ അടുത്ത് ചെല്ലേണ്ടത് ആരാന്ന് വെച്ചാൽ നമ്മളാ ചെല്ലേണ്ടത്. ഇത് പുറത്തുള്ളവരോടല്ല പറയുന്നത്, അകത്ത് വന്നവരോടാ. എന്റെ ഭാഷ പറഞ്ഞാൽ സഭാഗോളിൽ ഇരിക്കുന്നവരോടാ പറഞ്ഞത്. സഭാഗോളിലൊക്കെ അടുത്ത് ഇരിക്കുന്നത്, ചില ഗോളിലൊക്കെ ഫിക്സഡ് കസേര, അത് പാപ്പച്ചായന്റെ കസാര. ജീവന് കൊതിയുള്ളവൻ അതിനകത്ത് കയറി ഇരിക്കുകയല്ല. ഇത് അവറാച്ചായന്റെ കസാര, തൊട്ടു പോകരുത്. അത് ബേവിച്ചായന്റെ കസാര, ആ സൈഡിൽ കിടക്കാം. അത് മറിയാമ്മ കൊച്ചമ്മയുടെ കസാര, കുഷിയമ്മരെ അതള്ള കൊണ്ടുവന്നിട്ടേക്കുന്നത്. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയാവുന്ന ഞാൻ പേടിക്കത്തുമില്ല, ഞാൻ കൂസുകയില്ല. പിന്നെ നിങ്ങളിങ്ങനെ നോക്കി എന്നെ പേടിപ്പിക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കേസല്ല. സ്തോത്രം. നമ്മൾ ഒന്നിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുകയാണ്, ഈ യോഗം നല്ല നിലയിൽ പോവും, അത്ര തന്നെ. സഭയ്ക്കകത്ത് ചിലപ്പോൾ പാസ്റ്ററുടെ അടുക്ക ഇരിക്കുന്നവർ കാണും, ഉണ്ട്, അങ്ങനെ ഉണ്ട്. പാസ്റ്റർ മുട്ടിയിരിക്കുന്നവർ കാണും. ഞാൻ സ്ഥലവും സഭയും പറയത്തില്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പാസ്റ്റർക്ക് അനങ്ങാൻ മേല, പാസ്റ്റർ ഞാൻ ഇരിക്കുക. സ്റ്റേജിലിരിക്കാൻ എന്തോ ഒരു കടിപിടിയാണെന്നറിയോ? പുസ്തകക്രമം പോലും ചിലതിന് അറിയാൻ മേല, ചൊവ്വിനെ പ്രാർത്ഥിക്കാൻ പോലും അറിയാൻ മേല. ആല്യ 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 എന്നിട്ട് ആ മുട്ടി കയറി സ്റ്റേജ് ആല്യ. പുൾപ്പിറ്റിന്റെ അടുത്തായിരിക്കും ഇരിക്കുന്നത്, സഭാഗോളന്റെ അടുത്തുമായിരിക്കും, സ്റ്റേജിന്റെ അടുത്തുമായിരിക്കും. നമ്മുടെ വിഷയം അതല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് വാ, യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വാ. ഇന്ന് രാത്രി അകലം പാലിച്ച് മൗനം ദീക്ഷിച്ച് നീ അത് പാത്തും പതുങ്ങിയും അകന്നു നിൽക്കുകയല്ല. ഇന്ന് രാത്രി ധൈര്യത്തോട് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വാ. ആർക്കും വരാം. ഏത് കുലത്തിൽപ്പെട്ടവനും കുടുംബത്തിൽപ്പെട്ടവനും നിറത്തിൽപ്പെട്ടവനും നിലവാരത്തിൽപ്പെട്ടവനും ബുദ്ധനോ ജൈനനോ പാഴ്സിക്കോ അക്രൈസ്തവനോ നിരീശ്വരവാദിക്കോ ഹൈന്ദവനാകട്ടെ മുസ്ലിം ആകട്ടെ ഏത് തരക്കാരനാകട്ടെ കർത്താവിന് വിഷയമല്ല. സകലരെയും സ്നേഹിക്കുന്നവനാ യേശു. ആ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ധൈര്യത്തോടെ അടുത്ത് വാ. അപ്പോൾ ഇവിടെ വായിക്കുന്നത് അടുത്ത് ചെല്ലുക. ആരാ അടുത്ത് ചെല്ലേണ്ടത്? അവിടുത്തെ പദം നമ്മളടുത്ത് ചെല്ലാനാ പറയുന്നത്. 50 വർഷമായിട്ട് ഈ സഭയിൽ നിന്ന് കൈയടിക്കുന്ന അവറാച്ചാനോടാ പറഞ്ഞ അടുത്ത് വരാൻ. ഈ സഭയ്ക്കകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് 10-65 കൊല്ലം ആയി. പക്ഷേ ദൈവത്തിൻ്റെ അടുക്ക വരണം. ഒറ്റ യോഗം നീ മുടക്കുന്നുമില്ല, അഭിനന്ദിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അടുക്ക വരണം.
സ്തോത്രം. അപ്പോൾ അടുത്തിയല്ലേ കമ്പിവാചകം പോലെ എനിക്ക് വാച്ചൊന്ന് തരിക എന്നെനിക്ക് ഉപകാരമായിരുന്നല്ലേ. ഞാനങ്ങ് പറഞ്ഞു നിൽക്കും, നിങ്ങൾ അവസാനം പിന്നെ പ്രാകുകയും ചെയ്യും. യേശുദാസിന്റെ വാച്ച് കറക്റ്റാണോ? ഓടുന്നാന്ന് കാണാൻ വേണം. 9 ഇവിടെ ഇരിക്കും, ഒരു ദിവസം അല്ലേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ധൈര്യത്തോടെ നിങ്ങൾ അടുത്ത് വരണം. ദൈവത്തിന് മഹത്വം. അപ്പൊ അടുത്ത് വരിക. ശ്രദ്ധിക്കുക, ഈ അടുത്ത് വരിക എന്നുള്ള പദം അവിടെ വരണമെങ്കിൽ ഈ പറയപ്പെട്ടവരിപ്പോ എവിടെ നിൽക്കുക? ഉറക്കെ പറ. അകന്ന് നിൽക്കുക. അകന്ന് നിൽക്കുന്നത് കൊണ്ടാണല്ലോ അവിടെ പറഞ്ഞേക്കുന്ന അടുത്ത് വരാൻ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എന്ന് പറയാ ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ ആരോ ഇതിനകത്ത് ഞാൻ കണ്ടുറങ്ങുന്നത്. അവിടെ പയ്യനെ തൂക്കുന്ന സ്തോത്രം ഒന്നും പറയല്ലോ, കുത്തിയിരുന്ന് ഉറങ്ങായിരുന്നു, ഞാൻ കണ്ടതാ. അപ്പൊ അടുത്ത് വരാൻ പറയാൻ അങ്ങനെ ആ പ്രയോഗം വരണമെങ്കിൽ ഈ ലേഖനം എഴുതുന്ന സമയത്ത് എബ്രായ വിശ്വാസികളിൽ പലരും എവിടെ നിൽക്കുക? അകന്ന് നിൽക്കുക. അപ്പൊ അകന്ന് നിൽക്കുന്നവരോടാ പൗലോസ് പറയുന്നത്, അകന്ന് നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, ദൂരെ നിൽക്കരുത്, ഒളിഞ്ഞു നിൽക്കരുത്, ഇരുട്ടത്ത് നിൽക്കരുത്, പാത്ത് നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്ത് വരിക. അപ്പൊ അടുത്ത് വരണം. അപ്പൊ ഇവർ അകന്ന് നിൽക്കാം. അപ്പം മറുവശം അകലാൻ കാരണം എന്നാ? അകലാൻ കാരണം ഒരു കാലത്ത് ഇവർ അടുത്ത് നിന്നവരാന്നല്ലോ, ഇല്ലേ? ഒരു കാലത്ത് അടുത്ത് നിന്നവരാ. അടുത്ത് നിന്നതിന്റെ തെളിവ് 10-ാം അധ്യായത്തിന്റെ 32 വായിച്ചേ. ഒരു കാലത്ത് അടുത്ത് നിന്നതാ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. ആദ്യം പ്രകാശനം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വെളിച്ചം യേശുക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചു. ഒരു കാലത്ത് നിങ്ങൾ ഇരുളിലായിരുന്നു, അന്ധതയിൽ കിടന്നവരാണ്, നാലോകങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായി ജീവിച്ചവരാണ്. ഈർച്ചയിലും പിണക്കത്തിലും അസൂയയിലും ഒക്കെ കാലം കഴിച്ചവരും ദ്വേഷിതരുമായിരുന്നു ഒരു കാലത്ത്. അന്ന് ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് നിങ്ങൾ അടിമപ്പെട്ട് കിടന്നതാ അന്ന്. എന്നാൽ ആ ഇരുളിന്റെ ആധിപത്യത്തിൽ നിന്ന്, പിടിയിൽ നിന്ന് സാക്ഷാൽ പ്രകാശമായ വെളിച്ചമാകുന്ന യേശു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വന്നു. ആ ഇരുള് മാറി. സ്തോത്രം. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനമെന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപാദാനമെന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലെ നിത്യ നടത്തണമേ. നിന്നാത്മശക്തിയാലെ നിത്യ നടത്തണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ ഭാഗ്യങ്ങൾ വേടി. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. മോനെ, ഈ മൈക്കിനോടെ കൊണ്ട് ഞങ്ങളെ എല്ലാ ദിവസവും ഇങ്ങനെ യോഗവും പാട്ടും ഉള്ളതുകൊണ്ട് തൊണ്ടയ്ക്ക് അല്ല ഇങ്ങോട്ടിരിക്കുകയാണെങ്കിൽ ഇത് കിട്ടില്ല. ചൂടോട്ടെ അത് താലവും പിടിച്ചോണ്ടിരിക്കും പോലെ മോനെ അത് കൂട്ടിക്കൊടുക്കും. അല്ല ഇവിടെ ഇരിക്കണോ? അപ്പൊ ശ്രദ്ധിക്കുക, ധൈര്യത്തോടെ അടുത്ത് വരണം. ധൈര്യത്തോടെ. അതാര്? ധൈര്യത്തോടെ അടുത്ത് വരണം. ദൈവത്തിന്റെ മകത്ത്. അപ്പൊ അടുത്ത് വരിക എന്ന് പറയുമ്പോൾ ഇവർ അകന്ന് നിൽക്കുക.
ഒരു കാലത്ത് വരെ അടുത്ത് നിന്നവരാ. അതാണ് 10-ാം അധ്യായത്തിന്റെ 32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ ആരംഭകാലത്ത്. ആ രക്ഷിക്കപ്പെട്ട ആരംഭകാലത്ത് എങ്ങനെ ആയിരുന്നവര്? അവർ നിന്നതും ജീവിച്ചതും. താഴോട്ടുള്ള വേറെ ശകലം വായിച്ച്, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭാവിച്ചു ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം. അപ്പൊ ആരംഭകാലമാണ്. ഈ ആരംഭകാലത്ത് വളരെ തീക്ഷണതയോടെ നിന്നവരാ. കഷ്ടങ്ങളിലൊക്കെ വളരെ പോരാട്ടം കഴിച്ചവരാ. അന്നൊക്കെ കഷ്ടതയാ, പക്ഷെ അതൊന്നും വിഷയമല്ല. അന്ന് പാടുന്ന പാട്ട്, കഷ്ടതകൾ ദൈവമേ അവകാശം തന്നെ, കഷ്ടതകൾ ദൈവമേ. നിങ്ങൾ പാടിക്കേ, തുറന്നേരം ഞാനല്ലേ പാടിയത്. വെട്ടിയാറുകാർ പാട്. അതിൽ അവരകത്തിരുന്നത് ഗുണമായി, അല്ലേ പരുവക്കേടായനും. കഷ്ടതകൾ ദൈവമേ എന്നെ അവകാശം തന്നെയല്ലോ, വിശ്വസിപ്പാൻ മാത്രമല്ല എന്നാൽ വരം തങ്ക കഷ്ടത. തങ്കയുടെ കഷ്ടതയല്ല, പുതുവാരാമന്ന തങ്കയുടെ കഷ്ടതയാണോ? അതല്ല. കഷ്ടതയിൽ മാറ്റുള്ളതുണ്ട്. സ്തോത്രം. തങ്ക കഷ്ടത. ലോകങ്ങളിൽ ഏറ്റവും മാറ്റുകൂടിയത് തങ്കത്തിനല്ലേ? കഷ്ടതയിലും ഉണ്ട് അതുപോലെ. അതൊരു വരമാണ്. അപ്പൊ ആരംഭകാലത്ത് ഈ വിധത്തിൽ തീഷ്ണത, ഈ കഷ്ടതയെ കൊണ്ട് നല്ല പയറ് പോലെ നിൽക്കുന്നത്. പഴയ അമ്മച്ചിമാരൊക്കെ പെന്തിക്കോസ് വന്ന് മിന്നു പൊട്ടിച്ചെന്ന് പറഞ്ഞ് ഇടി ചൂപ്പാട് വന്നു. പക്ഷെ പിറ്റേയാഴ്ച യോഗത്തിന് വരും. വന്നാൽ നല്ല ഫുട്ബോൾ അടിക്കും പോലെ നിൽക്കുന്നതല്ല. ഇന്നത്തെ സഹോദരിയോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആ മുക്കിൻ്റെ 3-4 പേര് എന്നെ നോക്കി ഒരു പ്രതികൂലത്തിലാണ്. നിന്നെ നോക്കിയത് നീ നേരും ചൊവ്വനും തുണി കൊടുക്കാത്ത കൊണ്ടാണ് നോക്കിയത്. അവർ നോക്കിയാൽ വെച്ചാൽ ആരാധനയ്ക്ക് തന്നെ പോകുന്ന ഇനമാണോ എന്നറിയാനാ അവര്. അതുകൊണ്ടാണ് അവർ നോക്കി, അല്ല നിന്നെ പ്രതികൂലമൊന്നും നോക്കിയല്ല. നീ വീറും വൃത്തിയായിട്ട് നേരും ചൊവ്വായിട്ട് തുണി കൊടുത്ത് നടക്കുകയല്ല. അതുകൊണ്ട് അവർ ഓട്ടോക്കാരെല്ലാം നിന്നെ കൊണ്ട് അങ്ങ് വിട്ടു. മനസ്സിലാകുന്നുണ്ടാവല്ലോ. ഇനി ഞാൻ പ്രസംഗിച്ചേ പോകുള്ളൂ, ഞാൻ കരുതി കൂട്ടുക. അതിനാ ഞാൻ ആദ്യം സമയമൊക്കെ ചോദിച്ചു. ഇനിയും സമയമൊന്നും പറയാനൊക്കത്തില്ല. ഇനിയിപ്പോൾ എൻ്റെ സമയത്തിന് ഞാൻ നിർത്തും. ഞാൻ 3 വട്ടം എല്ലാവരോടും ചോദിച്ചു സമയം. അവിടെ ഇരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭകാലത്ത് വളരെ തീഷ്ണതയോടെ നിന്നവരാ. എന്നാൽ അന്ന് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ച ഭവിച്ചു. അയ്യോ, നിന്ന, പീഡ, കൂത്തുകാഴ്ച ആരംഭത്തിൽ. ഇതൊക്കെ വെട്ടിയാറുകാരോട് ഞാൻ പറയണ്ട. കല്യാണപ്പത്തിൽ നെടുന്നേപ്പറ്റി വിട്ടിട്ടില്ലയോ പിതാക്കന്മാരെ? പാട്ട കൊട്ടി കളിയാക്കിയിട്ടില്ലയോ? ചാണകം തളിച്ചില്ലയോ? സ്തോത്രം. അതൊക്കെ സഹിച്ചാ നിന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ വെട്ടിയാറ് ബേദാലേപ്പിച്ച് മാന്യമായ ഹോള പാർസനേജ ചുറ്റുപാട്. പക്ഷെ ആരംഭകാലത്ത് ഇറങ്ങിയവരോട് ചോദിക്കണം, എന്ത് പീഡ സഹിച്ചതാ അല്ലേ? പൊരുതി പോരാടി പ്രാർത്ഥിച്ച് കഷ്ടതയുടെ തീച്ചൂളക്കകത്തൂടെ പോയാ ഇത് പടുത്തുയർത്തിയത്. സ്തോത്രം. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. മാത്രമാണോ, ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു ആരംഭകാലത്ത്. മിന്നു പൊട്ടിച്ചെന്നും പറഞ്ഞാൽ ഇടിച്ചത്. പക്ഷെ കൊച്ചമ്മ വിറ്റാഴ്ച യോഗത്തിന് വന്നു. ഞങ്ങളുടെ കാവാലത്തുണ്ടായിരുന്നു ഒരു കൈതത്തറയിലെ തങ്കമാമയും പിള്ളേരും മക്കളും. അവരുടെ തങ്കമാമയുടെ ഭർത്താവ് മാച്ചൻകുഞ്ഞെന്ന് പറയും. ഇവർ കനാനായ സമുദായത്തിൽ നിന്ന് ഈ മാർഗത്ത് വന്നതാ. അച്ചായൻ മരിച്ചു, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, പള്ളിയിൽ അടക്കണമെന്നും പറഞ്ഞു. ചായ നല്ല തീക്ഷണതയോടെ വന്നത്. കൊച്ചമ്മയും പിള്ളേരും നല്ല തീക്ഷണതയാണ്. 1-2 പേർക്ക് അത്ര തീക്ഷണത അന്നില്ലായിരുന്നു. അവർ പറഞ്ഞ് അടക്കുകയല്ലെന്ന് പറഞ്ഞു. ഭയങ്കര പെന്തിക്കോസുകാരെയെല്ലാം ഓടിച്ചും വിട്ട് കയറ്റുകയല്ല. അവർ പിന്നെ കുഴപ്പമില്ല. അവസാനം പറഞ്ഞു അവിടെ എന്നാ ചെയ്യും. കൊച്ചമ്മ പറഞ്ഞിരിക്കുക, മൂത്ത സൂസമ്മയുണ്ട് ഇപ്പം തിരുവനന്തപുരം, നമ്മുടെ ചെറുത്തലക്കല തമ്പിയുടെ ഭാര്യ, നല്ല പവറാ ആത്മീയത്ത്. സൂസമ്മ പറഞ്ഞു ഇവിടോട്ട് കുഴിവെട്ടാൻ പറഞ്ഞു. അച്ചാൻ ഇവിടെ അടക്കുമെന്ന് പറഞ്ഞു. പറമ്പിൽ അവിടെ അടക്കിയേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടാവല്ലോ. എടാ, കുണപ്പെട്ടവനെ എവിടെ അടക്കിയാലെന്നെ, കുണപ്പെടാത്തവനെ കുമ്പനാട്ട് അടക്കിയാലും മനസ്സിലാകുന്നുണ്ടോ?
ഗുണപ്പെടാത്തവനെ നമ്മൾ എഴുന്നള്ളിച്ചോട്ട് കുമ്പനാട്ടോട്ട് കൊണ്ടുപോകാം. എവിടെ അടക്കാൻ? അവൻ അവിടെ അടങ്ങിയേ ഉള്ളു. കാകളൊന്നും ഇരിക്കുമ്പോൾ അവൻ പിന്നെ വരും. പിന്നെ ഒരു വരവുണ്ട് വെളിപ്പാടില്, അറിയാമല്ലോ. സ്തോത്രം. ഗുണപ്പെട്ടവനെ എവിടെ അടക്കിയാലും കാകളത്തിന്റെ ശബ്ദം അങ്ങോട്ട് ഊതുമ്പം, സ്തോത്രം, കോടി കോടി വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമ്പോൾ, സ്തോത്രം സ്തോത്രം, അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടങ്ങളിൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം, ആരംഭകാലത്ത് ഇങ്ങനെ തീക്ഷണതയോടെ നിന്നവരാ. അപ്പൊ ഇവര് അകലുന്നതിന് മുമ്പ് ഇവര് അടുത്ത് നിന്നവരാ. അപ്പോൾ അടുത്ത് ഇവര് പ്രകാശം ലഭിച്ചു. ആ പ്രകാശം ലഭിച്ച കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു. ഇപ്പോഴത്തെ ഈ പുതിയ ഉപദേശക്കാര് പറയുന്ന കഷ്ടതയൊക്കെ ശാപമാണ്. കഷ്ടതയല്ല, ശാപ. അടിക്കാനായിട്ട് കുറെ അവന്മാര് ഇറങ്ങിയിട്ടുമുണ്ട്. കഷ്ടതയെല്ലാം മാറി. അവര് വലിയ വീട്, കോടിക്കണക്കിന് വീടുമൊക്കെ വെച്ച് ചിലരുടെ വീടിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ കണ്ടില്ലല്ലോ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പം അപ്പൊ തന്നെ 20 വർഷമായിട്ട് തുള്ളുന്ന മേരിക്ക് ഓലപ്പര പോലും ഇല്ല. മേരി തുള്ളിപ്പറമെന്നല്ലാതെ രണ്ടുപേരും ഒരു ദൈവത്തെയാണ് വിളിക്കുന്നത്. അവനൊന്ന് യേശുവിന്റെ നാമത്തിൽ മേരി പൊത്തോന്നതാണ്. ഇവിടെ കൂടെ വീടുന്നതല്ലാതെ യാതൊരു ഗുണവും വരുന്നില്ല. എമ്പക്കരന്ന് ഓരോ ആഴ്ചയിലും പിണ്ണതയിലും മേടിച്ച് തൂക്കുന്നുണ്ട്. വലിയ കാര്യമുള്ള കാര്യം. അപ്പൊ പുതിയ ഉപദേശക്കാര് പറയുന്നത് കഷ്ടത അത് ശാപമാണ്. ശാപമല്ല, ഇതൊരു വരവാ. സ്തോത്രം, ഇതൊരു വരമാണ്. കഷ്ടം സഹിപ്പാൻ നിങ്ങൾക്ക് വരമാ. TPM-കാർ പാടുന്ന പാട്ട് ഞാൻ എപ്പോഴും പാടും, നിങ്ങൾക്ക് പറയാം, നമുക്ക് ഒന്നിച്ച് പാടാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെട്ടിടുവീൻ, എന്നൊരു ചെയ്ത ജയവീരനൻ കൂടെയുള്ളതിനാൽ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടുവീൻ, എന്നൊരു ചെയ്ത ജയവീരൻ